ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാവട്ടെ. അപ്പൊ ഈസ്റ്റർ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പച്ചിലകളൊക്കെ ചേർത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഗ്രിൽഡ് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പൊ പേര് കേട്ടിട്ട് ആരും പേടിക്കണ്ട. ഇതിന് വലിയ തന്തൂരി അടുപ്പും ഓവനും ഒന്നും വേണ്ട. ഇത് വീട്ടിലുള്ള പാനിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കുക. ഞാൻ ഇവിടെ 1/2 kg ചിക്കൻ തൈസ് ആണ് എടുത്തേക്കണേ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ വരഞ്ഞ് വെള്ളം വാരാനായിട്ട് വെക്കുക. ഇതേപോലെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. അതേപോലെ കാണാനും നല്ലൊരു ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും യൂസ് ചെയ്യാം. അതേപോലെ ചിക്കൻ പീസസിന്റെ സൈസും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ ഫോട്ടോസിലൊക്കെ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീഡിയം സൈസ് തൈസ് എടുത്തേക്കണേ. അടുത്തത് ഹരിയാലി ചിക്കൻ ആയ കാരണം കുറച്ച് ഹര ഇല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 കപ്പ് മല്ലിയില എടുക്കുക, 1/2 കപ്പ് പുതിനയില, 1 ഇഞ്ച് പീസ് ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 5-6 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുക്കുക. അതിനുശേഷം അത് മാറ്റി വെക്കുക. അടുത്തത് ഒരു ബോൾ എടുത്ത് അതിൽ 1/4 കപ്പ് നല്ല കട്ട തൈര് എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർക്കുക, 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നെക്സ്റ്റ് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതേപോലെ കൈകൊണ്ട് പൊടിച്ച് ചേർക്കുക, 1 ടീസ്പൂൺ വിനീഗർ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച നമ്മുടെ ഗ്രീൻ മസാല ചേർക്കുക. ഇനി എല്ലാ മസാലയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസുകൾ ചേർത്ത് കൊടുക്കുക. ആ വരഞ്ഞു വെച്ച ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായി മാരിനേഷൻ പിടിപ്പിക്കുക. അപ്പോഴാണ് മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായി ചിക്കനിലേക്ക് ഇറങ്ങുക. നമ്മുടെ ഈ മാരിനേഷനിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഈവൻ തൈര് പോലും ആ വെള്ളം ഇല്ലാണ്ട് കട്ട തൈരായിട്ടാണ് എടുത്തേക്കണേ. അത് കാരണം നമ്മുടെ മാരിനേഷൻ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മിനിമം 1 ഹവറിനെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. 5-6 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അടിപൊളി. ഞാനിവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓവർനൈറ്റ് വെക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഞാനിവിടെ ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വൈകിട്ട് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഗ്രിൽ പാൻ നമുക്ക് ചൂടാക്കാം. ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ സാധാരണ ഫ്രൈങ് പാൻ യൂസ് ചെയ്താൽ മതി. അതിലേക്ക് 1 to 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടാവുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചിക്കൻ വറുക്കുക. അതേപോലെ കുറേ ചിക്കൻ പീസസ് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ചിക്കനിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വറുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ അബ്സോർബ് ആയി പോകും. ഇതിപ്പോൾ വലിയ പാൻ ആയ കാരണമാണ് ഞാൻ ഇത്ര ചിക്കൻ ചേർത്തേക്കണേ. ഇത് 1-1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്ലിപ്പ് ചെയ്തിടുക. അങ്ങനെ ചെയ്താൽ പുറം ഭാഗം ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടിരിക്കും. 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഇത് ഇതേപോലെ കുറേശ്ശെ കരിഞ്ഞ് ഫ്രൈ ആവുമ്പോഴാണ് നമുക്കൊരു തന്തൂരി ചിക്കൻ്റെ ഫീല് തരിക. അതേപോലെ ഇതുപോലത്തെ തന്തൂരി പാനിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈൻസും ചിക്കനിൽ കാണാം. ഇതും നല്ലൊരു തന്തൂരി ഫീൽ നമുക്ക് തരും. അങ്ങനെ 2 ഭാഗം ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇത് കരിയൊക്കെ കത്തിച്ച് കുറച്ചും കൂടി സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ നല്ല സൂപ്പർ ഡൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് വീട്ടിൽ ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് സാലഡിന്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ ലെമനൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കുക. അതേപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അവർക്ക് ടിഫിനായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തയക്കാം. ഇതാ നോക്ക്, നല്ല ഹാർട്ട് ഷേപ്പ് ചിക്കൻ. ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അതിൽ മസാലയൊക്കെ നല്ല രസമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ ഈ ഈസ്റ്ററിന് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് കടയിൽ കിട്ടുന്നേക്കാളും നല്ല അടിപൊളിയായിട്ട് അപ്പൊ ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് വെറുതെ പറയല്ല, ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.